ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ നമ്മുടെ പിങ്കി പോകാൻ നിൽക്കുകയല്ലേ. അപ്പോൾ അർജുനേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന പെണ്ണിനെ അങ്ങ് എടുത്താലെന്താണെന്ന് നമ്മുടെ പവിത്ര പറയാം. അത് കേട്ട് പിങ്കി ഇങ്ങനെ കണ്ണും തുറച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ ആ കുട്ടി വന്നതല്ലേ, ഭക്ഷണമൊന്നും മോശമാകാൻ പാടില്ലല്ലോ, ഫ്രിഡ്ജിൽ നിന്ന് പച്ചക്കറി എടുത്തോ, കട്ട് ചെയ്തോ, ഇതൊക്കെ പറഞ്ഞ് ലക്ഷ്മി ഇങ്ങനെ നിൽക്കുന്നു. മോഹിനിയാണെങ്കിൽ ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് പോയി. ഈ സമയത്ത് നമ്മുടെ നന്ദ ഇതൊക്കെ അവിടെ നിന്ന് കേട്ടിട്ട് എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിലാലോചിച്ച് നിൽക്കുക. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ അരുന്ധതി ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും മോഹിനിയും പവിത്രയും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു. അല്ല വല്യമ്മേ, ഇറച്ചി മീനും ഒക്കെ ഉണ്ട് ഭക്ഷണത്തിന്, ഇത് ആര് കഴിക്കാനാണെന്നൊക്കെ ചോദിച്ചു പവിത്ര. അപ്പോൾ അതെന്താ നീ അങ്ങനെ ചോദിച്ചതെന്ന് അരുന്ധതി ചോദിക്കുമ്പോൾ, അതെ ഇവിടെ ഇപ്പോൾ ആരാ ഗസ്റ്റ് ഉള്ളത് എന്ന് നിനക്ക് അറിയാത്തതുപോലെ എന്ന് ചോദിച്ചു ലക്ഷ്മി വന്നപ്പം, അല്ല ഈ സന്യാസിനിമാർക്കേ ഈ പാലോ പഴവോ പച്ചക്കറികളോ ഒക്കെയല്ലേ നമ്മൾ കൊടുക്കാറ്, പിന്നെന്താ ഇതിപ്പോൾ സന്യാസിമാരാണോ പൂച്ച സന്യാസിമാരാണോ എന്നൊക്കെ ആർക്കറിയാമെന്ന് മോഹിനി പറഞ്ഞപ്പം എന്ത് വേണമെങ്കിലും വിചാരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ദേ വരുന്നു നമ്മുടെ പുതിയ പെണ്ണ്. അതോ സന്യാസിനി വേഷം കെട്ടി വന്ന പെണ്ണൊന്നും അല്ല, ഇപ്പോൾ ഇറങ്ങി വരുന്ന നല്ല മോഡേൺ ലുക്കിൽ കുട്ടി ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന പെണ്ണിനെ കണ്ടപ്പോഴത്തേക്കുവേ കണ്ണ് തള്ളി അന്താളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ നമ്മുടെ മോഹിനിയും മരുമകളും കൂടി ചേർന്ന് നല്ല ഷൈനിങ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നു. അപ്പോൾ വന്നതും നമ്മുടെ പവിത്രയുടെ തോളിലേക്ക് അങ്ങ് കയ്യിലിട്ടിട്ട്, അരുണിൻ്റെ സ്വീറ്റ് ഹാർട്ട് പവിത്രയല്ലേ ഇതെന്ന് ചോദിച്ചു. അയ്യോ അതേ എന്നും പറഞ്ഞു പവിത്ര ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ വെരി നൈസ് ടു മീറ്റ് യു എന്നൊക്കെ പറഞ്ഞ് ആ പെങ്കൊച്ച് നല്ല സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ. ബാക്കി അന്നേരം ആർക്കും അത്ര ദഹിക്കുന്നില്ല കേട്ടോ അതൊന്നും കണ്ടിട്ട്. അപ്പോൾ ദേ ആരാ ഗൗതമിൻ്റെ ഹാർട്ട് ഡ്രോപ്പ് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ദേ നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഞാൻ വൈഫാണെന്നും പറഞ്ഞ് നന്ദ വന്നപ്പോൾ നന്ദയെ കണ്ടതും ഹായ് എന്നും പറഞ്ഞങ്ങ് ചെന്നു കേട്ടോ. ഹായ് നന്ദ. അപ്പോൾ കൈയൊക്കെ കൊടുത്ത് ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇതെല്ലാം കണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവരിങ്ങനെ, അതായത് അരുന്ധതിയും മോഹിനിയും ഒക്കെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ പിങ്കി ചേച്ചി ഇറങ്ങി വരുന്നത്. പിങ്കി ചേച്ചിയെ കണ്ടപ്പോഴത്തേക്കും ഞാൻ വന്നപ്പോൾ തൊട്ട് നോക്കുകയായിരുന്നു. അപ്പോൾ ഇതാണല്ലേ അർജുൻ്റെ സെൻസേഷണൽ ബ്യൂട്ടി പ്രിയംവദ പ്രഭ്രാമൻ എന്ന് ചോദിച്ചപ്പം പിങ്കി ഇങ്ങനെ എന്ന് പറഞ്ഞു മോളലും മൂളി. ഒരു കാര്യം എന്തായാലും സത്യമാണ്, അർജുന് പ്രിയംവദ ചേരില്ല. അത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ പിങ്കിയും അരുന്ധതിയും എല്ലാവരും ഞെട്ടി, നന്ദ എല്ലാവരും ഞെട്ടിയിട്ടോ. പിങ്കി അങ്ങ് ചൂളിപ്പോയി. അവൻ്റെ ഹൈറ്റിനും വെയിറ്റിനും ആ ജിം ബോഡിക്കൊക്കെ എന്നെ പോലൊരു പെൺകുട്ടി തന്നെയായിരുന്നു നല്ലത് കേട്ടോ എന്നും പറഞ്ഞു. അപ്പോഴും പിങ്കി ഇങ്ങനെ ഇവരെല്ലാവരും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. പിങ്കിയിട്ട് വലിച്ച് കീറും അതിനകത്തിട്ട് ആ പെണ്ണ്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നൊക്കെ നയന ചോദിക്കുമ്പോഴും നന്ദയുടെ നേരെയാണ് പിങ്കിയുടെ കണ്ണ് മുഴുവൻ ഇവള് കേൾക്കുകയാണല്ലോ എന്ന്. അപ്പോൾ അതത്ര ശരിയല്ല എന്ന് നമ്മുടെ അരുന്ധതി അവിടെ ഇരുന്ന് അങ്ങനെ അങ്ങ് പറഞ്ഞു. അരുന്ധതി അത് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന കൊച്ചു നേരെ അരുന്ധതിയുടെ അടുത്തേക്ക് ചെന്നു. ചിലപ്പോഴേ അത് വല്യമ്മയുടെ ചിന്തയുടെ പ്രശ്നമായിരിക്കും എന്നും പറഞ്ഞ്, ചേരേണ്ടതേ ചേരൂ, അല്ലാത്തതൊക്കെ സമയമാകുമ്പോൾ പിരിഞ്ഞു പോകും. വല്യമ്മ അത് എന്നെയാണോ പിങ്കിയാണോ ഉദ്ദേശിച്ചത് എന്ന് അത് കേട്ട് നയന ചോദിച്ചു. അന്നേരം തിരിച്ചടി പിങ്കിക്ക്. അപ്പം എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? മതി വന്ന് കഴിക്കാൻ നോക്കാൻ പറഞ്ഞു ലക്ഷ്മിയെ. അത് കേട്ടപ്പോൾ സുമംഗലാപ്പച്ചി ക്ഷീണമാണെന്നും പറഞ്ഞ് സൈഡായി. എനിക്കാണെങ്കിലോ ഇപ്പം ആരെ കഴിക്കാൻ ഒരു കമ്പനി ഇവിടെ തരിക എന്ന് ചോദിച്ചപ്പം അത് പിന്നെ നന്ദമോളും പിങ്കിയും പവിത്രയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അയ്യോ ബോറ് സെയിം വൈബിലുള്ള ഒരു കമ്പനി വേണം. ദേ അല്ലെങ്കിലേ ഞാനങ്ങ് ബോറടിച്ച് ചാകുമെന്ന് പറഞ്ഞ് ഭയങ്കര ഇതാട്ടോ നമ്മുടെ നയന. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാം. ലക്ഷ്മിക്കാണെങ്കിൽ എന്തോ പോലെ ഷോന്ന് വെച്ചോണ്ടിരിക്കുക. ആ സമയത്താണ് നമ്മുടെ അർജുൻ കറക്റ്റായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. നയനെ നോക്കുകയും നമ്മുടെ അർജുനെ കാണുകയും ഒരുമിച്ച്. അപ്പോൾ അർജുൻ ഇങ്ങനെ വന്ന് ഇവളാള് പൊളിയായല്ലോ എന്നും പറഞ്ഞ് അർജുൻ വരുന്നേ. അപ്പോൾ എടാന്നും വിളിച്ചോണ്ട് നയന, മനീഷ കൊയ്രാള തന്നെ അല്ലടാ ഐശ്വര്യ റായ് എന്നും പറഞ്ഞുകൊണ്ട് നയന ഓടി നമ്മുടെ അർജുൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കണ്ണും തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എടാന്നും പറഞ്ഞ് നീ ആളങ്ങ് പൊളിയായില്ലോടാന്നും പറഞ്ഞോട്ട് കെട്ടിപ്പിടിക്കുക രണ്ടുപേരും കൂടെ. പിങ്കി എന്നൊരു ഇങ്ങനെയാണ് നോക്കുന്നത്. നന്ദയും ഇങ്ങനെ എല്ലാവരെയും മാറി മാറി നോക്കുന്നുണ്ട്. എല്ലാവർക്കും ആകെ വല്ലാത്തൊരിതായി. ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്നത് കണ്ടപ്പോഴേ ഇന്ന് വരെ കാണാത്തതായിട്ടുള്ള കാഴ്ചകളൊക്കെയാണല്ലോ എല്ലാവരും കാണുന്നത്. അങ്ങനെ അർജുൻ പിങ്കിയെ ശരിക്കും ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചതായിട്ടും പിങ്കിക്ക് യാതൊരു വിലയും കൊടുക്കാത്ത രീതിയിൽ തന്നെ അവിടെ പ്രവർത്തിക്കും. ഇതെല്ലാം കണ്ടു പിങ്കി ഇങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എടാ വാടാ നമുക്ക് ഭക്ഷണം കഴിക്കാടാന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണിങ്ങനെ വിളിക്കുന്നു. അപ്പോൾ നമ്മുടെ അരുന്ധതിക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അരുന്ധതി പറഞ്ഞു ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന്. അപ്പോൾ അതൊന്നും അതിനൊക്കെ ഇഷ്ടപ്പെടുന്നില്ല.
അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ വിളിക്കുന്നു. ആ സമയത്ത് വാ നമുക്ക് കഴിക്കാടാ വാടാന്ന് പറഞ്ഞ് വിളിക്കാം. അല്ല പിന്നെ ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് അർജുൻ നിൽക്കുമ്പോൾ വാ അർജുൻ എന്ന് പറഞ്ഞ് പിങ്കിയുടെ മുന്നിലൂടെ ഈ അർജുനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി ഇരുത്തി രണ്ടുപേരും കൂടെ കഴിക്കാനായിട്ട് ആരംഭിച്ചു. ഇതൊക്കെ കണ്ടിട്ട് അരുന്ധതി ഏന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് അർജുനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അർജുനോട് തന്നെ എനിക്ക് വിളമ്പി കൊടുക്കാനായിട്ട് പറഞ്ഞു. ശരി, അതിനിപ്പോൾ എന്താ കുഴപ്പം, ഞാൻ വിളമ്പി തരാമല്ലോ എന്ന് പറയും. എടാ നിന്റെ നൂൽപുട്ട് പ്രേമമൊക്കെ മാറിവിടാന്ന് ചോദിച്ചപ്പം ഇഷ്ടമാ, പക്ഷെ അങ്ങനെ കഴിക്കാൻ കിട്ടാറില്ല എന്ന് പറഞ്ഞു അർജുൻ. ആഹാ, അതെന്താ പിങ്കി, ഇവൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞു ഒന്നും ഉണ്ടാക്കി കൊടുക്കാറില്ലേ? ഇല്ലടാ എന്നൊക്കെ ചോദിക്കുമ്പോഴും പിങ്കിയുടെ നേരെ അർജുൻ ഇങ്ങനെ നോക്കുന്നു. പിങ്കി ഇങ്ങനെ നോക്കിയിരിക്കുമ്പം ആഹാരത്തിന്റെ മുന്നിൽ എഴുതി സംസാരിക്കരുത്, ഇതൊന്നും ആരും പഠിപ്പിച്ചില്ലേ എന്നായിരുന്നു ഇത് ചോദിക്കാം. അപ്പൊ ഇല്ലെന്നേ, ഞാൻ പഠിച്ചതേ ഫാഷൻ ഡിസൈനിങ് ആണെന്ന് പറഞ്ഞ് നയന അതിനും അരുന്ധതിക്ക് വയറ് നിറയെ കൊടുത്തു. ഈ എല്ലാ എണ്ണത്തിനെയും കൂടെ ഒന്ന് പൊളിച്ചടിക്കി ഒരു മൂലയ്ക്കാക്കും ഉറപ്പാണ്. അപ്പോൾ ഈ ഭക്ഷണം എടുത്ത് വായിലേക്ക് കുറച്ച് വെച്ചിട്ട് ഇത് ആരും ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു. അപ്പം ഞാനാണെന്ന് പറഞ്ഞു ലക്ഷ്മി. അടിപൊളി എന്ന് പറഞ്ഞപ്പോൾ കറി ഉണ്ടാക്കാൻ ഞാനും കൂടിയെന്ന് നമ്മുടെ പവിത്ര പറഞ്ഞു. വെരി നൈസ്, കീപ് ഇറ്റ് അപ്പ്, നീ കഴിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് കഴിക്കുക നമ്മുടെ പെണ്ണ്. അപ്പോൾ അർജുനും കഴിക്കാം. അപ്പോൾ എന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ, ഫാഷൻ ഡിസൈനിങ് കോഴ്സ് കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു റിസർച്ചിന് UK പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒന്നും പറഞ്ഞ് നന്ദ എങ്ങനെ നിൽക്കുക കേട്ടോ. 2-3 മാസത്തേക്ക് ഇവിടെ ഒരു ക്യാമ്പുണ്ട്, പിന്നെ താമസമൊക്കെ എവിടെയാണെന്ന് അന്നേരം ചോദിച്ചു. കമ്പനി തന്നെ അറേഞ്ച് ചെയ്യും, വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീടെടുത്ത് താമസിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ അത്, വേണമെങ്കിൽ നയനക്ക് ഇവിടെ താമസിക്കാമല്ലോ എന്ന് നമ്മുടെ നന്ദ പറഞ്ഞപ്പോഴത്തേക്കും പിങ്കി ഇങ്ങനെ ഒരു നോട്ടം. പിങ്കിക്ക് അതിഷ്ടപ്പെട്ടില്ല. ഇവിടുത്തെ ശീലങ്ങളൊക്കെ ഈ കുട്ടിക്ക് ബുദ്ധിമുട്ടാകുമെന്ന് പിങ്കി പറഞ്ഞപ്പോൾ എന്ത് ബുദ്ധിമുട്ട്, ഞാൻ കാണാത്ത വീടോ ആളുകളോ ഒക്കെ ആണോ, ഇവിടെ താമസിക്കുന്നതാട്ടോ എനിക്ക് ഇഷ്ടമെന്ന് നമ്മുടെ പിങ്കിയോട് അങ്ങ് പറഞ്ഞു. എന്താ അർജുൻ നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ താൻ താമസിക്കണോ എന്നും അർജുൻ പറഞ്ഞു. പിങ്കിക്ക് ആകെ ടെൻഷനായിട്ടോ. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവരെല്ലാവരും. അല്ല അപ്പോൾ വല്യമ്മ കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു അരുന്ധതിയെ കണ്ടപ്പോൾ. താൽക്കാലമില്ല, നിങ്ങൾ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അരുന്ധതി. അർജുൻ, വല്യമ്മയുടെ മനസ്സിൽ പണ്ടത്തെ ദേഷ്യം ഇപ്പോഴും കിടപ്പുണ്ടോ എന്ന് നയന ചോദിക്കാം. അപ്പോൾ എന്ത് ദേഷ്യമാണെന്ന് ചോദിച്ചു. അപ്പോൾ പൊട്ട, അന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോഴേ ചെറുപ്പത്തിൽ ഞാനൊരു തൂവൽ ചെവിയിൽ കുത്തി ഭയപ്പെടുത്തിയില്ലേ, ആ ദേഷ്യം ഇപ്പോഴും കിടപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഇരിക്കുക ദേഷ്യത്തും കൊണ്ട്. ഇതൊക്കെ കേട്ട് പിങ്കി ഇങ്ങനെ കലി കയറി നിൽക്കുമ്പോൾ നന്ദ അതൊക്കെ ആസ്വദിക്കുകയാണ്. അത് ശരിയാണല്ലോ, അന്ന് നിന്നെ തല്ലാൻ ഈ വീട് മുഴുവൻ ഓടിച്ചില്ലേ എന്നൊക്കെ അർജുൻ ഇങ്ങനെ ചോദിക്കാം. പിങ്കി അന്നേരം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നത്. അതെ ഞാനന്നൊരു ഇരട്ടപ്പേരിട്ടായിരുന്നു എന്നൊക്കെ നയന പറഞ്ഞു. ആർക്കാന്ന് ചോദിച്ചപ്പോൾ വല്യമ്മയ്ക്ക്. എന്ത് പേരാന്ന് ചോദിച്ചപ്പോൾ ഡാഗിനിയമ്മ എന്നും പറഞ്ഞ് 2 പേരൂടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നു. ഇതിനെല്ലാം എന്താ പറയുക, ഒരു സാക്ഷി എന്നുള്ള നിലയിൽ നമ്മുടെ പിങ്കി അവിടെ നിസ്സഹായതയോടെ നോക്കി നിൽക്കുക. അതിന് മാത്രമേ പറ്റുന്നുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞതേ നമ്മുടെ നന്ദ ഇങ്ങനെ പുറത്തേടെ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് വന്നു. ഹലോ നന്ദ എന്നും പറഞ്ഞ് അടുത്തേക്ക് വന്നു. തനിക്ക് മാങ്ങ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പം എന്തിപ്പോൾ അത്ര ആലോചിക്കാൻ, പച്ചമാങ്ങ ഇഷ്ടമാണോ എന്നല്ല ഞാൻ ചോദിച്ചത്. എന്താ, അല്ല ആരോ പറയുന്നതൊക്കെ ഞാൻ കേട്ടല്ലോ, ഈ തറവാട്ടിൽ എല്ലാവരും നന്ദയുടെ വിശേഷം കാത്തിരിക്കുകയാണെന്ന്. അപ്പോൾ ആൾക്കാർക്ക് കാത്തിരിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ എന്ന് നന്ദ ചോദിച്ചപ്പം അത് പിന്നെ വേണം. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ തന്നോട് കുറച്ച് സംസാരിക്കാനാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നന്ദ ഇങ്ങനെ നോക്കും എന്താണെന്ന്. ഗൗതവും എൻ്റെ ഒരു പടി തന്നെയാണേ, പക്ഷേ ഞാൻ വ്രതമൊക്കെ ഉപേക്ഷിച്ച് വന്നപ്പോൾ ആളെ കാണാനില്ല, എവിടെ പോയെന്ന് ചോദിച്ചു. അപ്പോൾ അറിയില്ല എന്ന് നന്ദ പറഞ്ഞു. എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അന്ത്യവരത്തിലെ ദമ്പതിമാരെല്ലാം ഇങ്ങനെയാണോ എപ്പോഴും എന്ന് ചോദിച്ചപ്പം ഇങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചെന്ന് നന്ദ ചോദിച്ചപ്പോൾ അല്ല, പരസ്പരം പരമാവധി അടുപ്പവും സ്നേഹമൊന്നും ഇല്ലാതെ വഴക്കിട്ട് തമ്മിൽ തല്ലിയൊക്കെ നടക്കുന്നവരാണോ എന്നാണ് ചോദിച്ചത്. അത് പിന്നെ തമ്മിൽ തല്ലുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് നന്ദ പറഞ്ഞപ്പം അപ്പോൾ ബാക്കിയൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലേ, അങ്ങനെയും വേണമെങ്കിൽ പറയാമെന്ന് നന്ദ അന്നേരം പറഞ്ഞു. തൻ്റെയും ഗൗതമൻ്റെയും കാര്യത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ എന്ന് ചോദിച്ചപ്പം നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിച്ചാലോ എന്ന് നന്ദ ചോദിച്ചു. വേറെ ഒന്നും അല്ല കേട്ടോ, ആദ്യമായിട്ട് കാണുന്ന ഒരാളോട് എങ്ങനെയാ തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അയ്യോ നന്ദ മറന്നു, ആദ്യമായിട്ടൊന്നുമല്ല നമ്മൾ കാണുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാ, പിന്നെ ഇപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് ചോദിച്ചു നയനയോട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലേ ഞാനും അർജുനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദ അവിടെ ഉണ്ടായിരുന്നില്ലേ ഹോളിൽ? അപ്പോൾ നമുക്ക് ഓൾറെഡി പരിചയമില്ലേ എന്നൊക്കെ ചോദിക്കാം. നീ ഒരു കയ്യിൽ നിന്ന് മേടിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് നന്ദ. അല്ല, ഞാനും ഓർത്ത് പഴയ എന്തെങ്കിലും പരിചയം പുതുക്കാൻ പോവുമായിരിക്കും എന്ന്. അപ്പോൾ പഴയ എന്ത് പരിചയം? ഗൗതമനെയും അർജുനെയും പോലും കണ്ടിട്ട് നാളുകളായി, പിന്നെ ഞാൻ നന്ദയെ കാണുന്നതെന്നൊക്കെ ഞാൻ എങ്ങനെ പറയാം.
ബാ നമുക്ക് ഈ മാങ്ങ ഉപ്പും കൂട്ടി കഴിക്കാൻ വരാൻ പറഞ്ഞിങ്ങനെ വിളിക്കുമ്പോൾ ഇതെവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ തൊടിയിൽ നിന്നാണെന്ന് പറയും. നയനയ്ക്ക് ഇവിടെയൊക്കെ നല്ല പരിചയമാണല്ലോ, കുഞ്ഞുനാളിലെ തൊട്ട് എനിക്ക് പരിചയമുള്ളതാണെന്നൊക്കെ പറയാം. അങ്ങനെ ദേ അവിടെ ചെന്ന് നയനയും നന്ദയും കൂടെ ആ മാങ്ങ എല്ലാം കൂടെ മുറിച്ച് അതിലുപ്പൊക്കെ പുരട്ടി അങ്ങനെ കഴിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദയ്ക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ വേറെയും കുറേ സാധനങ്ങളുടെ പേരൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് രണ്ടുപേരും കൂടെ സംസാരിക്കാം. പിന്നെ എന്തിനാ വല്യമ്മയ്ക്ക് അങ്ങനെ ഒരു പേരിട്ടെന്ന് ചോദിച്ചപ്പം അത് ഞാൻ കുഞ്ഞുനാളിലെ ഇട്ടതാ, പിന്നെ ആയമ്മയ്ക്ക് അത്ര പ്രായമില്ലല്ലോ, അതുകൊണ്ട് ഡാഗിനി അമ്മൂമ്മ വേണ്ട, ഡാഗിനി അമ്മ മതി. അങ്ങനെയാണെങ്കിൽ ഗൗതം സാറിന് ഒരു പേരുണ്ടാകുമല്ലോ. അപ്പോൾ ഓഫ് കോഴ്സ്. അപ്പോൾ എന്താ പേരെന്ന് അറിയുന്ന നന്ദയ്ക്ക് ഭയങ്കര ആഗ്രഹം. പറയണമെങ്കിൽ ചിലവ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്ത് ചിലവ് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം, പേരെന്ന് പറയാൻ പറയുമ്പം ഓഹോ അപ്പം എന്തോ ഒരു ഗൂഢോദ്ദേശം ഉണ്ടല്ലോ. അപ്പോൾ വലിയ ഗൗരവത്തിൽ നിൽക്കുന്ന പോലീസല്ലേ, കാര്യം എന്താ വിളിച്ചതെന്ന് അറിയാമല്ലോ എന്ന് പറയുമ്പം അങ്ങനെ ഇപ്പം ഞാനത് പറയത്തില്ലെന്ന് നേരം നയന പറഞ്ഞു. ഓ എന്നാൽ ശരി, അത് പറയണ്ടെന്ന് പറഞ്ഞ് നന്ദ പോകാൻ തുടങ്ങുമ്പോൾ ഹലോ പോവല്ലേ, ഗൗതമിൻ്റെ ഇരട്ട പേരെന്താണെന്നല്ലേ അറിയേണ്ടത്. അപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ അതേ നമ്മുടെ നയനെ അങ്ങ് പറഞ്ഞു കൊടുത്തു. നയനെ അത് പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് നന്ദയ്ക്ക് ഭയങ്കര ചിരി. ഇത് വെച്ച് ഞാനൊരു കാലക്ക് നോക്കിക്കോളാം നന്ദ എന്നിട്ട് നയനയോട് പറയണം. അതെല്ലാം കഴിഞ്ഞു രാത്രിയായി. ഇതേ അർജുൻ അവിടെ ഇരിക്കുമ്പോൾ പിങ്കി അടുത്തേക്ക് വന്നു. എന്തു പറ്റി ഇങ്ങോട്ട് വരാമെന്ന് ചോദിച്ചു. കണ്ടു കഴിഞ്ഞപ്പം അർജുൻ എന്താന്ന് ചോദിച്ചപ്പം അല്ല ഞാനോർത്തു താൻ എന്നെ വിട്ട് മറ്റേതെങ്കിലും മുറിയിൽ കഴിയുമെന്നാ, അതെന്താ ഇപ്പം അങ്ങനെയൊക്കെ വിചാരിക്കാനെന്ന് പിങ്കി ചോദിച്ചപ്പം എന്തോ എനിക്കങ്ങനെ തോന്നിയെന്ന് പറഞ്ഞു അർജുൻ. ഇനിയിപ്പം ഞാൻ വേഗം ഡിവോഴ്സ് വാങ്ങി പോകണം എന്നായിരിക്കും അർജുൻ്റെ മനസ്സിലല്ലേ എന്ന് ചോദിച്ചു. പിങ്കിയെ അതെന്താ താൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പം അല്ല പുതിയ ആൾക്കാർ വരുമ്പോൾ പഴയ ആൾക്കാർ അസൗകര്യം ആകുമല്ലോ എന്ന് പറഞ്ഞു. പുതിയ ആൾക്കാരോ, താൻ എന്താ ഈ പറയുന്നേ? എന്താ അർജുനൊന്നും മനസ്സിലാകാത്തത് പോലെ? നിങ്ങളുടെ മുറപ്പെണ്ണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പം നയനയോ അവൾ പുതിയ ആളൊന്നുമല്ല, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പഴയ ആളാണെന്ന് പറഞ്ഞപ്പം മനസ്സിലായില്ലെന്ന് പിങ്കി. ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കാണുന്നത് അവളെ, അതാ ഉദ്ദേശിച്ചത്. എന്നിട്ടിപ്പോൾ ആദ്യം കാണുന്നത് പോലെ ആയിരുന്നല്ലോ ആവേശമൊക്കെ എന്ന് പിങ്കി അർജുനോട്. എന്തായാലും ഞാൻ ഡിവോഴ്സ് വാങ്ങിപ്പോയാലും അർജുന് യാതൊരു മനപ്രയാസത്തിൻ്റെ കാര്യമില്ലെന്ന് മനസ്സിലായി. ഇപ്പം നേരം പോക്കിന് ഒരാളായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി പറയാം. മുറപ്പെണ്ണ്, കളിക്കൂട്ടുകാരി, അങ്ങനെ ഏത് ലേബൽ വേണമെങ്കിലും ഉപയോഗിക്കാവല്ലോ. എന്തായാലും ഭാര്യയേക്കാൾ ഭേദമായിരിക്കുമല്ലോ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാനോ തിരുത്താനോ എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല, അങ്ങനെ ഞാൻ കരുതുന്നുമില്ല. എങ്കിലും ഞാൻ തന്നോടൊരു കാര്യം പറയാം. മനസ്സുകൊണ്ടൊരു പുരുഷൻ ഭാര്യയായി സങ്കല്പിച്ച പെണ്ണിന് പകരമായി വരാൻ ലോകത്തിൽ മറ്റൊരു പെണ്ണിനും കഴിയില്ല എന്നും എൻ്റെ മനസ്സിൽ നീ മാത്രമാണ് പിങ്കിയെന്നും അർജുൻ പറയാം. എന്താ മറുപടിയൊന്നും നിങ്ങൾക്ക് തിരിച്ചു പറയാനില്ലെന്ന് ചോദിച്ചപ്പം എൻ്റെ മനസ്സിൽ എന്തായാലും നിങ്ങളല്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു നമ്മുടെ പിങ്കി. അതോർത്താൽ വളരെ നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി ചുമ്മാ അർജുൻ ഒരു വിലയും കൊടുക്കാതെ സംസാരിക്കാം. ഇത്ര അഹങ്കാരം കാണിക്കുന്നവളെ നമ്മുടെ അർജുൻ വെറുതെ വിടുമോ? ഒരിക്കലും വെറുതെ വിടാൻ പോണില്ല. പിങ്കി അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. അർജുൻ ഇങ്ങനെ അവിടെ ആലോചിച്ച് നിൽക്കുക. എന്തായാലും ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണെങ്കിൽ നമ്മുടെ നന്ദ റൂമിലിരുന്ന് ഇങ്ങനെ ചിരിക്കുക നയനയെക്കുറിച്ച് ഓർത്ത്. ചിരിക്കുന്ന നന്ദയെ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഗൗതം റൂമിലേക്ക് വരുന്നത്. അപ്പോൾ നയനെ പറ്റി IPSനോടൊന്ന് ചോദിച്ചാലോ, എന്താ പറയുക എന്നറിയാലോ, ചോദിച്ചു നോക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ അവിടെ ഇരിക്കുന്നു. ഗൗതം ഇങ്ങനെ വന്നിങ്ങനെ നോക്കിക്കൊണ്ടേ ഇങ്ങനെ നിൽക്കും. ഇവർക്ക് ഇതെന്താ പറ്റിയെന്നുള്ളൊരിതിൽ പെട്ടെന്നാണ് നമ്മുടെ ഗൗതത്തിനെ നന്ദ കാണുന്നത്. ഗൗതം സാർ വാ ഇരിക്കുക എന്നും പറഞ്ഞ് വിളിച്ചു. ഗൗതം ചെന്ന് അടുത്തിരുന്നു. ഡിസ്റ്റർബൻസ് ആയാൽ സോറി ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ സാറിനോട് ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് കാര്യമാണെന്ന് ചോദിച്ചപ്പം അതായത് സാറിന് ഈ തണ്ണിമത്തനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പം എന്താണെന്ന് ചോദിച്ചു ഗൗതേ. അല്ലെന്നേ ഈ തണ്ണിമത്തനെ പറ്റി ഉരുണ്ടിട്ട് അതിൽ ചുമന്നിരിക്കുന്ന അതില്ലേ, ഇപ്പോൾ വാട്ടർമെലൺ അല്ലേ എന്ന് ചോദിച്ചപ്പം അങ്ങനെയും അതിനെ പറയാം, എന്നാലും തണ്ണിമത്തൻ എന്ന് പറയുന്നതാണ് ഒരു രസം എന്ന് നമ്മുടെ നന്ദ എങ്ങനെ പറഞ്ഞപ്പം എന്താ ഇവളെന്നെ കളിയാക്കിയതാണെന്ന് ഗൗതം മനസ്സിൽ ചിന്തിക്കാം. പഴയ ഇരട്ടപ്പേരാണെന്ന് അറിഞ്ഞിട്ട് ഇവൾ ആക്കുന്നത് വല്ലതാണോ എന്നൊക്കെ ഗൗതം മനസ്സിൽ ചിന്തിക്കാം. അപ്പം എന്താ സാർ, എന്തെങ്കിലും അഭിപ്രായം സാറിന് പറയാൻ തോന്നുന്നുണ്ടോ തണ്ണിമത്തനെ കുറിച്ച് നന്ദ ചോദിച്ചപ്പം എനിക്കൊരു അഭിപ്രായം ഇല്ലെന്ന് പറഞ്ഞു ഗൗതം. അത് കഷ്ടമാട്ടോ സാർ, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പച്ചയ്ക്ക് കടിച്ച് തിന്നാം, ജ്യൂസ് അടിച്ച് കുടിക്കാം, പിന്നെ ഈ ചെറുപ്പത്തിലൊക്കെ വയറിങ്ങനെ വീർത്തിരിക്കുന്ന ചെറിയ കുട്ടികളില്ലേ അവരെയൊക്കെ തണ്ണിമത്തനെ എന്ന് നമുക്ക് വിളിക്കാം. എടാ തണ്ണിമത്തനേന്ന്. അപ്പോൾ നമ്മുടെ ഗൗതത്തിന് മനസ്സിലായി കാര്യം. എന്താ പറ്റില്ലേ സാറിന് ചോദിച്ചപ്പം പൊടി എവിടുന്ന് തൊന്നാലുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം ദേഷ്യപ്പെടുക. എൻ്റെ അടുത്ത് വലിയ തമാശ ഒന്നും കാണിക്കാൻ വരരുത് കേട്ടോ, നിനക്ക് താമസിക്കാൻ വേറെ മുറി അന്വേഷിക്കേണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം തുള്ളിച്ചാടി അവിടെ എഴുന്നേറ്റ് പോയി. സോറി സാർ എന്നും പറഞ്ഞ് നമ്മുടെ നന്ദി അവിടെ ഇരിക്കാം. അത് കഴിഞ്ഞു രാവിലെയായി. പിങ്കി ഉറങ്ങുന്നു, അതുപോലെ തന്നെ അർജുനും കിടന്നുറങ്ങുന്നു. രണ്ടുപേരും ഒരു ബെഡിൽ തന്നെയാണ് കിടക്കുന്നത്.
അപ്പം രാവിലെ തന്നെ ദേ നമ്മുടെ നയന ബെഡ്റൂമിലേക്ക് വന്നിട്ട് അർജുൻ എഴുന്നേക്കടാ, അർജുൻ എഴുന്നേക്കടാ എന്നും പറഞ്ഞ് വിളിക്കുക. ആ സമയത്ത് പതുക്കെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ദേ നമ്മുടെ നയനയെ കണ്ടു. നയന എന്നിട്ട് ബെഡ്റൂമിലേക്ക് കയറി വരികയാണ്. അപ്പോൾ പിങ്കി തൊട്ടപ്പുറം കിടക്കുമല്ലേ, അർജുൻ എടാ അർജുൻ നീ എഴുന്നേക്കടാ, അർജുൻ അർജുൻ എന്നും പറഞ്ഞ് കുറേ വിളിച്ചു. പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കുന്നത് പിങ്കി നയനയെ കണ്ടു. അപ്പോൾ എന്താ എങ്ങനെയാ നീ അകത്ത് കയറിയേ എന്ന് പിങ്കി ചോദിച്ചു. അപ്പോഴാണ് അർജുൻ കണ്ണ് തുറക്കുന്നത്, ഇത് കാണുന്നതും. കളിച്ച് പിങ്കിയുടെയും അർജുൻ്റെയും ബെഡ്റൂം വരെ എത്തി നമ്മുടെ നയന. ഈ കാഴ്ച കണ്ട് പിങ്കിയുടെ ചങ്ക് പൊട്ടി പോകുക, ടെൻഷൻ ആവുകയാണ്. അപ്പോൾ നമ്മുടെ അർജുൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ നീ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ മറന്നുപോയി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ പറയാം. അല്ലെങ്കിൽ നിനക്ക് മറവി കൂടുതലാണെങ്കിലോ സോറി കേട്ടോ പിങ്കി, ഞാൻ മുറിയിൽ നിൽക്കുന്നത് കണ്ട് പിങ്കി പേടിച്ചു പോയല്ലേ എന്ന് ചോദിച്ചു. അടച്ച് ലോക്ക് ചെയ്തിട്ടാണ് ഞാൻ കിടന്നതേ, പിന്നെ എങ്ങനെയാ തുറന്ന് അകത്ത് കയറിയതെന്ന് ചോദിക്കുന്നു പിങ്കി നയനയോട്. അത് പിന്നെ ഇവൻ ഉറക്കഭ്രാന്തനാണെന്ന് അറിയാവുന്നത് കൊണ്ടേ ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഡോറ് ലോക്ക് ചെയ്യണ്ടാന്ന്. കതുകിലെ തട്ടി വിളിച്ച് പിങ്കിയുടെ ഓർക്കം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണെന്ന് നമ്മുടെ നയന പറയണു. പിന്നെ എടാ നീ ഇതെന്താ ആലോചിച്ചിരിക്കുക, വാടാ നമുക്ക് പോണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നയന വിളിക്കുക കേട്ടോ. ഇപ്പം തന്നെ നമുക്ക് പോകണമെന്ന് അർജുൻ ചോദിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരും ചോദിച്ചപ്പം കുറച്ചുകൂടെ കിടന്നുറങ്ങണമായിരിക്കില്ലേ, നടക്കില്ല മോനെ, നടത്തില്ല, ഞാൻ മര്യാദയ്ക്ക് എഴുന്നേറ്റോളാൻ പറഞ്ഞു. അപ്പോൾ ഇതെന്തൊരു കഷ്ടം ഇതെന്ന് അർജുൻ ചോദിക്കുക. ദേ വെളച്ചിൽ എൻ്റെ അടുത്ത് എടുക്കല്ലേ, എഴുന്നേക്കെന്നും പറഞ്ഞുകൊണ്ട് ദേ അർജുനെ ഭയങ്കരമായിട്ട് ഇങ്ങനെയിട്ട് വരുതിക്ക് കൊണ്ടുവരുവാണ് നമ്മുടെ നയന. ഇത് എന്തൊരു കഷ്ടം, ഈ പെണ്ണൊരു സ്വൈര്യം തരില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ എടാ പിങ്കിക്ക് ഉറക്കം തീർന്നു കാണില്ല, നീ വേഗം എഴുന്നേക്ക്, പിങ്കി കിടന്ന് ഉറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ നയന പറയാം. നീ ഇത് എന്ത് നോക്കി നിൽക്കാം, വാ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കിയുടെ മുന്നിലൂടെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുക. പോക്കിൽ അതെ പേടിക്കണ്ട കേട്ടോ, ഞാൻ ഇവനെ 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു അത്യാവശ്യമില്ല അർജുനെ കൊണ്ട് എന്ന് നമ്മുടെ പിങ്കി പറഞ്ഞപ്പം അതേതായാലും നന്നായി, ഇപ്പോൾ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് നയന അർജുനെയും കൂട്ടിക്കൊണ്ട് പോണു. അന്നേരത്തേക്കും പിങ്കി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. എന്തായാലും പിങ്കിക്ക് ഇത് കണ്ടകശനി തന്നെയാണ്. പിങ്കി ഇങ്ങനെ ആകെ ഇതായിട്ടിരിക്കാം. ഇത് കഴിഞ്ഞ് പിന്നെ അരുന്ധതിയും അതുപോലെ സുമംഗലയും ലക്ഷ്മിയും അവിടെ അങ്ങനെ ഇരുന്ന് സംസാരിക്കാം. നയനയെ പറ്റിയാണ് സംസാരിക്കുന്നത്. അത് നയനയും അർജുനെയും കൂട്ടി ജോഗിങ്ങിനെന്നും പറഞ്ഞുകൊണ്ട് പോയിരിക്കുകയാണല്ലോ എന്നും പറഞ്ഞു. ലക്ഷ്മി വന്ന് എന്നോട് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. പിന്നെ ഇപ്പോഴാണെങ്കിൽ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാമല്ലോ. അതെ സുമംഗലെ ഒരു കാര്യം ചോദിക്കട്ടെ, അർജുൻ്റെയും പിങ്കിമോളുടെയും കാര്യമാണ് ഏട്ടത്തി പറയുന്നതെന്ന് പറഞ്ഞപ്പം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. പിങ്കി വലിയ വാശിയിൽ തന്നെയായിരുന്നു. ഡിവോഴ്സ് കിട്ടിയിട്ടേ അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവളുടെ വാശി. മഹി നിന്നെ ഫോണിൽ വിളിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു. ഭഗവത് സന്നിധിയിൽ നിൽക്കുന്ന എനിക്ക് അതൊന്നും മനസ്സിലങ്ങ് തട്ടിയില്ല എന്നുള്ള കാര്യം പറയുവാണ് നമ്മുടെ സുമംഗല. അല്ലെങ്കിൽ തന്നെ കാലം ഇതിപ്പോൾ എത്രയായി, അർജുൻ്റെയും പിങ്കിയുടെയും കാര്യം മനസ്സിലിട്ട് നീട്ടിക്കൊണ്ടിരിക്കുന്നു. കുറേ എരിഞ്ഞു കഴിയുമ്പോൾ ഏത് കനലും കരിക്കട്ടയായിട്ട് മാറില്ലേ എന്ന് സുമംഗല ചോദിക്കാം. എനിക്കിപ്പോൾ ഈ വിഷയവും അങ്ങനെയൊക്കെ തന്നെയാണ് ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സുമംഗല പറഞ്ഞപ്പോൾ നീ എന്താ ഉദ്ദേശിച്ചത്, നിനക്കിതൊന്നും വലിയ കാര്യമല്ലേ എന്ന് അരുന്ധതി ചോദിച്ചു. പൂർണ്ണമായും അങ്ങനെ പറയാൻ പറ്റില്ല, അർജുനെ ഞാൻ പ്രസവിച്ചതല്ലേ, അവൻ്റെ കാര്യം എനിക്കങ്ങനെ ഉപേക്ഷിച്ച് കളയാനായിട്ട് പറ്റുമോ? ഒരു പകുതി ഒരു ഓർമ്മ എപ്പോഴും എനിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് സമാധാനമാണെന്ന് അരുന്ധതി. ഞാനോർത്തു നീ ഇങ്ങനെ നിരന്തരമായ പ്രാർത്ഥനയും ഭജനയും ഒക്കെ ആയിട്ട് നടന്നിട്ട് ഈശ്വര കാര്യങ്ങളിൽ മാത്രമായി നിനക്ക് താല്പര്യമെന്നു പറഞ്ഞ് അരുന്ധതി ഇങ്ങനെ പറയാം. അങ്ങനെ ഇവർ 3 പേരും കൂടെ സംസാരിക്കുന്നു. അപ്പോൾ പിങ്കിയുടെ അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.